നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 11,239 ഇതിൽ 1,450 പേരുടെ നില ഗുരുതരമാണ്. ഇന്ന് പുതുതായി 1,301 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ചികിത്സയിലുണ്ടായിരുന്നവരിൽ 1,376 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 17 മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം 4,82,003 ഉയർന്നു. ഇവരിൽ രോഗമുക്തരുടെ എണ്ണം 4,63,004 ഉയർന്നു. ആകെ മരണസംഖ്യ 7,760 രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96% കുറഞ്ഞു. മരണനിരക്ക് 1.6% തുടരുന്നു. ബഹ്റൈനിൽ കോവിഡ് കേസുകൾ കുറയുന്നു. കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് കേസുകൾ കുറഞ്ഞത്. പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ആഴ്ചകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ്. കോവിഡ് രണ്ടാം തരംഗം രൂക്ഷമായതിനെ തുടർന്നാണ് ഭാഗികമായി അടച്ചിടാൻ ബഹ്റൈൻ തീരുമാനിച്ചത്. അവശ്യ സേവനമൊഴികെ എല്ലാം അടച്ചിട്ടു. റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. റെസ്റ്റോറന്റുകളിലും കഫേകളിലും പാഴ്സൽ സർവീസ് മാത്രമാക്കി. രാജ്യത്തെ യാത്രാ നിയന്ത്രണങ്ങളെല്ലാം കർശനമാക്കി. ഇതോടെ കോവിഡ് കേസുകൾ കുറഞ്ഞെന്ന് അധികൃതർ പറഞ്ഞു. ഖത്തറിൽ 24 മണിക്കൂറിനിടെ കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും 100 മുകളിലായി. പുതുതായി 125 രോഗബാധ കൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 52 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിച്ചത്. 73 പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ്. 161 പേർ 24 മണിക്കൂറിനുള്ളിൽ സുഖം പ്രാപിച്ചു. അതേസമയം ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ രാജ്യത്ത് 1,800 കോവിഡ് രോഗികളാണുള്ളത്. കഴിഞ്ഞ ദിവസം 18,940 പേർ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരായി. ഓഗസ്റ്റ് 1 മുതൽ വിദേശികളുടെ പ്രവേശന വിലക്കുണ്ടാകില്ലെന്ന മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിമാന കമ്പനികൾ ബുക്കിംഗ് സ്വീകരിച്ചു തുടങ്ങി. ആദ്യ ആഴ്ചയിൽ കൊച്ചിയിൽ നിന്ന് ജസീറ എയർവേസ്, കുവൈറ്റ് എയർവേസ് എന്നിവ വിമാന സർവീസുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കുവൈറ്റ് എയർവേസ് മാത്രമാണ് ഷെഡ്യൂളിൽ കാണിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് നിലവിൽ ഷെഡ്യൂൾ കാണിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നിന്ന് 62,000 രൂപ മുതൽ ടിക്കറ്റ് ലഭ്യമാണ്. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്കുള്ള വിമാന സർവീസുകൾ ജൂലൈ 7 മുതൽ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. ട്വിറ്ററിലൂടെ യാത്രക്കാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് എമിറേറ്റ്സ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്കിൽ UAE അധികൃതർ ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും വിമാന സർവീസുകൾ തുടങ്ങുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും ഇത് സംബന്ധിച്ച് നിരവധി അന്വേഷണങ്ങളാണ് വിമാന കമ്പനികൾക്ക് ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹജ്ജ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഹജ്ജ് പെർമിറ്റ് ലഭിച്ചവർക്ക് 2ാം ഡോസ് വാക്സിൻ ഉടൻ ലഭിക്കുന്നതിന് അർഹതയുണ്ടാകുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം പറഞ്ഞു. 1ാം ഡോസ് സ്വീകരിച്ച ശേഷം 2ാം ഡോസിനായി കാത്തിരിക്കുന്നവർക്കാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കുക. ഇവർക്ക് ഹജ്ജ് രജിസ്ട്രേഷൻ വേളയിൽ നൽകിയ മൊബൈലിലേക്ക് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിക്കുമെന്നും ഉടൻ തന്നെ തൊട്ടടുത്ത വാക്സിനേഷൻ കേന്ദ്രത്തിലെത്തി 2ാം ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്നും ഹജ്ജ് ഉംറ ഡെപ്യൂട്ടി മന്ത്രി ഡോക്ടർ അബ്ദുൽ ഫത്താഹ് മഷാദ് വ്യക്തമാക്കി. കുവൈറ്റ് സിറ്റിയിൽ മാത്രം 8,000 പ്രവാസികളെ താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കിയതായി അധികൃതർ അറിയിച്ചു. കെട്ടിട നിയമങ്ങൾ ലംഘിച്ച് താമസിക്കുകയായിരുന്ന ബാച്ചിലേഴ്സിനെയാണ് പുറത്താക്കിയതെന്ന് ഗവർണർ തലാൽ അൽ ഖാലിദ് അൽ സബാഹ് അറിയിച്ചു. കെട്ടിട നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തിയ പരിശോധനകളിലാണ് ഇത്രയും പേർ പുറത്താക്കപ്പെട്ടത്. കുടുംബാംഗങ്ങൾക്ക് താമസിക്കാൻ അനുമതിയുള്ള വീടുകളിൽ കുടുംബസമേതമില്ലാതെ താമസിക്കുന്ന പ്രവാസികളെ പാർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. UAE-യിലെ ചില മേഖലകളിൽ താപനില 48.5 ഡിഗ്രി സെൽഷ്യസ് ആയി. ഫുജൈറ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലകളിൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമാണ്. തീരദേശ മലയോര മേഖലകളിൽ ഇന്നു മുതൽ ചൊവ്വ വരെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അൽദഫ്രയിലും സമീപ പ്രദേശങ്ങളിലുമായിരുന്നു ഏറ്റവും കൂടുതൽ താപനില. ചിലയിടങ്ങളിൽ പൊടിക്കാറ്റ് വീശി. ശക്തമായ ചൂട് തുടരുന്ന ഒമാനിലും ചിലയിടങ്ങളിൽ മഴ പെയ്തു. സൗദി അറേബ്യയിൽ വീണ്ടും ഹൂതികളുടെ ഡ്രോൺ ആക്രമണ ശ്രമം. ശനിയാഴ്ച ദക്ഷിണ സൗദിയിൽ ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് 2 ഡ്രോണുകൾ അറബ് സഖ്യസേന തകർത്തു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണ ശ്രമങ്ങൾ നടത്തുകയാണ്. സാധാരണ ജനങ്ങൾക്ക് നേരെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുകയാണെന്ന് അറബ് സഖ്യസേന അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.